Welcome back to Color Pencil Shading in another episode. So we're gonna draw today a ladybug ഇനെയാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. സോ ladybug എന്നത് നിങ്ങൾക്കറിയാലോ, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ളൊരു ബഗ്ഗാണ്. സോ ടിപ്പിക്കലി ദിസ് പെയിൻറ്റിംഗ് ഇസ് ഗോയിങ് ടു ബി നല്ല ഡാർക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. സോ നമുക്കതിന് ഫസ്റ്റ് വേണ്ടത് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കണം. സോ ഞാൻ ഫ്രീ ഹാൻഡിലാണ് ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ഡ്രോ ഇറ്റ് ആൻഡ് ഫ്രീ ഹാൻഡ്. നിങ്ങൾ ഫ്രീ ഹാൻഡിൽ ഡ്രോ ചെയ്താലേ നിങ്ങൾക്കിത് കറക്റ്റായി വരയ്ക്കാനുള്ള പ്രാക്ടീസ് കിട്ടുന്നു കേട്ടോ. സോ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക. കാരണം നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർച്ച് കേട്ടോ. ആൻഡ് വി ഹാവ് ദി ആർച്ച് നൗ. ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കറക്റ്റ് ആർച്ചായിട്ട് വരിക കേട്ടോ. സോ ലാസ്റ്റ് എൻഡ് ആകുമ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്റർ, ഓൾമോസ്റ്റ് സെൻറ്ററിൽ നമുക്കൊരു ലൈൻ വരയ്ക്കണം, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇതുവരെ മതി, ഫുള്ളായിട്ട് വരയ്ക്കണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ മായ്ച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സെൻറ്ററിൽ ഈ ഒരു ലൈൻ വരച്ചില്ലേ, ഇല്ല ഇങ്ങനെയാണ് വരിക. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനൊരു കേർവ് ചെയ്ത് കൊടുക്കണം. ദിസ് ഇസ് ഹൗ ദ കേർവ് വിൽ കം. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഇങ്ങനെയാണ് അടുത്ത സർക്കിളിലേക്ക് വരിക. നമ്മുടെ ഈ ബ്രെയിനിൻ്റെയൊക്കെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇങ്ങനൊരു ചെറിയൊരു കേർവ് അവിടെ ഉണ്ടാവും. എനിക്കറിയില്ല വൈ ഐ സെഡ് ബ്രെയിൻ, ബട്ട് യാ, ഇഫ് യു ഷുഡ് ലുക്ക് അറ്റ് ദ ബ്രെയിൻസ് പിക്ചർ, അത് ഏകദേശം ഈ ഷേപ്പിലാണ് വരിക. ആൻഡ് നമ്മൾ ഈ ലൈനിന് ഇനി ഏകദേശം മിഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ട് ഒരു കേർവ് ആക്കിയിട്ട് നമ്മുടെ ഇപ്പുറത്തെ ഈ ഒരു സർക്കിളിൻ്റെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. സെയിം ഇവിടെയും. സോ വി ഗെറ്റ് ദ ഷേപ്പ്. ആ ബേസ് ഷേപ്പ് കിട്ടി. ഇനി ഇതിൻ്റെ ഈ സെൻറ്ററിൻ്റെ ഈ ഭാഗമല്ലേ, ഇവിടെ ഒരു കേർവ് കൊടുക്കുക. ആൻഡ് ലെറ്റ്സ് erase this. കേട്ടോ, ശരിയായത്. ഞാൻ erase ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് അപ്പർ പോർഷനിലേക്ക് പോകാം. അപ്പർ പോർഷനിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു സർക്കിളും അല്ല സ്ക്വയറും അല്ല, എന്നാൽ ഒരു സ്റ്റേജ് പോലെ ഒരു ഡയറക്ഷനിൽ, പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കണം. സോ ദാറ്റ് ഈസ് ബേസിക്കലി അവരുടെ ആ ഒരു മൂക്കിൻ്റെ ചുണ്ടിൻ്റെയൊക്കെ ഭാഗമാണ്. ആൻഡ് ഇങ്ങനെ വരും. അതേപോലെ ഹോൺസ്. ഇനി ഇതിൽ ദിസ് വിൽ ബി ദെയർ ഐസ്. ഇനി ഇതാണ് അവരുടെ ഒരു സൈഡിലെ ഹാൻഡ്സ് കേട്ടോ. 1 2 3, ഇങ്ങനെ 3 എണ്ണം ഈ സൈഡിലും, ഇതേപോലെ 3 എണ്ണം ഈ ഒരു എൻഡിലും. ഇങ്ങനെ വരും. ഇനി ലെറ്റ്സ് ഹാവ് ഇങ്ങനെ അവരുടെ ഷേപ്പ്, അവരുടെ ദേഹത്തുണ്ടാവില്ല ബഗ്ഗിൻ്റെ. സോ ഇതാണ് നമ്മുടെ ലേഡി ബഗ്. ഇനി ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ പെയിൻറ്റ്. അവരുടെ ഈ ലെഗ് ഇത്തിരി കൂടെ വലുതാക്കി കൊടുക്കാം.
അത് മാത്രം ചെറിയ ഭാഗമായി. ഇനി ലെറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഔട്ട്ലൈൻ ഇറ്റ് ആൻഡ് ദെൻ കളർ ഇട്ടോ. പിന്നെ സ്റ്റാർട്ട് വിത്ത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വേണ്ടത്. അപ്പോൾ പോർഷൻ ബൈ പോർഷനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഹോൺസ്, ആ ഫേസ് അത് ഫസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്യാം. സോ ദിസ് വിൽ ബി അവർ ഫസ്റ്റ് ആക്ഷൻ. ഇനി ഇതിൽ ചിലവിടെ കംപ്ലീറ്റ്ലി പിച്ച് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. സോ ജസ്റ്റ് ഗിവിങ് കംപ്ലീറ്റ് ബ്ലാക്ക് ഫോർ ദിസ്. ഇനി ഇതിനകത്തും കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. സോ വി ആർ ഗിവിങ് കംപ്ലീറ്റ് ബ്ലാക്ക് ഫോർ ദിസ് ആസ് വെൽ. ഇനി ഈ ഒരു പോർഷനിൽ നമുക്ക് ബ്ലാക്ക് തന്നെയാണ് വരിക. സോ നമുക്കതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഹെഡ് പോർഷൻ ഐസ് വൈറ്റ് ആണ്. സോ ലെറ്റ്സ് ലീവ് ദാറ്റ് പോർഷൻ വൈറ്റ്. കണ്ടോ, അവിടെ വൈറ്റ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം വി നീഡ് ടു ഗിവ് ബ്ലാക്ക്. കണ്ടില്ലേ? സോ ദിസ് ഇസ് ആർ ലേഡി ബഗിൻ്റെ ഹെഡ്. ഇനി നമുക്ക് ബ്ലാക്ക് വരുന്ന ഏരിയ ഈ ഒരു ഏരിയ ആണ്. സോ അവിടെയും കൂടെ നമുക്ക് കൊടുക്കാം. അവിടെ പിച്ച് ബ്ലാക്ക് ആയി, ഷെയ്ഡിങ് ഒന്നുമില്ല. സോ ദിസ് പാർട്ട് ഇസ് ഡൺ. ഇനി നമുക്ക് പിച്ച് ബ്ലാക്ക് കൊടുക്കേണ്ട അടുത്ത പോയിൻറ്റ്സ് ഈ ബോഡിയിൽ അവരുടെ വരുന്ന ഈ പ്രിൻ്റുകളാണ്. സോ ലെറ്റ്സ് ഇവിടെ ഒരെണ്ണം കൂടെ വരയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീഷൻ വരും. ഇനി നമുക്കിത് തിക്ക് ബ്ലാക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ബോഡിയും കൂടെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. സോ ദാറ്റ് നമുക്ക് ഔട്ട്ലൈൻ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നീറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഫുൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് ആൻഡ് ലെഗ്സ് പാർട്ടാണ് വി വിൽ ബി ഡൂയിങ് ഇറ്റ് ടുവേർഡ്സ് ദ ലാസ്റ്റ്. ഇനി നമുക്ക് റെഡ് കൊടുക്കാം. ഓക്കെ, ഫോർ ദ റെഡ് ഏരിയ ഞാൻ ഫസ്റ്റ്
ഷെയ്ഡിങ് ഇതിൽ ഇനി ബ്ലാക്ക് കൊണ്ട് ഷെയ്ഡിങ് ഉണ്ട്. സോ ഈ ബാക്കി പെൻഡിങ് ഉള്ള ഏരിയയിലൊക്കെ ഐ എം ഗോണ ഗിവ് റെഡ്. സ്ക്രിബിളായിട്ട് കൊടുക്കരുത്, ഷെയ്ഡിങ് ആയിട്ട് കൊടുക്കണം. ഷെയ്ഡിങ് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ലേ ഒരു ഡയറക്ഷനിൽ. സോ നമുക്ക് ഇപ്പം നമ്മൾ വി ആർ ഡൺ വിത്ത് വൺ സൈഡ് കേട്ടോ. ഇനി ഈ സൈഡും കൂടെ നമുക്ക് റെഡ് കൊടുക്കാം. എന്നിട്ട് വിൽ ഷെയ്ഡ് ഇറ്റ് ടുഗെദർ. നമ്മൾ ഇത്രയും ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലെറ്റ്സ് ഇതിൻ്റെ നെക്സ്റ്റ് ലെയർ ഓഫ് ഷെയ്ഡിങ് ചെയ്യാം. കുറച്ച് ഭാഗത്ത് റെഡ് വരാത്ത പോലെയുള്ള അവിടെ നിന്ന് റെഡ് കൊടുത്ത് നോക്കട്ടെ. ഇനി ബ്ലാക്ക് കൊണ്ടുള്ള ഷെയ്ഡിങ് ആണ് ഇതിൽ. അപ്പോഴാണ് ആ ഒരു ഡാർക്ക് ടെക്സ്ചർ നമുക്ക് വരുള്ളൂ. ഇരിക്കുന്ന ഈ ലേഡി ബഗ് പ്രോപ്പർ ലേഡി ബഗ് പോലെ തന്നെയാണുള്ളത്. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഈ ലേഡി ബഗ് ഇരിക്കുന്നത്. ഇനി നമുക്കതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ ആ ട്യൂലിപ്പിന് ചെയ്തില്ലേ, ഇഫ് യു ക്യാൻ ബ്ലാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ഉണ്ട്, എന്നാൽ ഇറ്റ്സ് നോട്ട് വിസിബിൾ എന്നുള്ള രീതിയിൽ ബോർഡർ ലൈൻ മാത്രം കേട്ടോ, അറ്റത്ത് മാത്രമേ നമ്മൾ ഈ ലൈൻ കൊടുക്കുള്ളൂ. ഇൻസൈഡിൽ അധികം നമ്മൾ കൊടുക്കില്ല. ഇത് അതുപോലെ ടോട്ടൽ ബോർഡറിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സാധനമല്ലേ നമ്മുടെ ബ്ലാക്ക് ഡിസൈൻസ്, അതിൻ്റെ ഓവർലാപ്പ് അതിന് ചുറ്റും ഒരു ലെയർ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഈ ഗൈസ് ക്യാൻ സീ ഇറ്റ് അതെങ്ങനെ വരുന്നതെന്നുള്ളത് ഒരു ഷാഡോ പോലെ, നമ്മുടെ ബ്ലാക്ക് പ്രിൻറ്റിന് ഒരു ഷാഡോ പോലെ ആയിട്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിങ് അവിടെ കൊടുക്കുന്നത്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ഷെയ്ഡിങ് ഞാൻ ആ സൂര്യനും മൂണിനും ഒക്കെ നമ്മൾ ആ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് പെൻസിൽ ഷെയ്ഡിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ സെയിം കൈൻഡ് ഓഫ് ഷെയ്ഡിങ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെയും. ഇതിങ്ങനെ ആ ഒരു സർക്കിൾ പോലെയാണ് ഞാൻ ഇട്ട് കൊടുക്കുക ആ ഷെയ്ഡിങ് യൂഷ്വലി. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇടാനുള്ളൂ. ശരി, ഇനി ഈ നടുവിലുള്ളതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു റാൻഡം ഷെയ്ഡാണ് ഞാൻ ഇതിങ്ങനെ ത്രൂ ഔട്ട് ഓവറോൾ ഒന്ന് ഒരു ചെറിയ ഷാഡോ കൊടുക്കുക. ജസ്റ്റ് ഒരു ചെറിയ ഷാഡോ ഓൺലി, ബ്ലാക്ക് വിസിബിളേ ആവാൻ പാടില്ല. ഈ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ദിസ് ഇസ് കംപ്ലീറ്റ്ലി റെഡ് ആൻഡ് ദിസ് ഇസ് ആഫ്റ്റർ ദ ഷാഡോസ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഔട്ട്ലൈൻ്റെ ഷാഡോ ഞാൻ കൊടുക്കുകയാണ്.
ഓവറോൾ ഔട്ട്ലൈൻ കഴിഞ്ഞു. ഇനി ഞാൻ ഔട്ട്ലൈൻ ഫോർ നമ്മുടെ പ്രിൻറ്റിന്, ബ്ലാക്ക് പ്രിൻറ്റിന് ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മൾ പ്രിൻറ്റിനെല്ലാം കൊടുത്തു. ഇനി ത്രൂ ഔട്ട് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഷാഡോ, ഒരു ബ്ലാക്ക് ഷാഡോ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഷെയ്ഡിങ് ഇസ് ഡൺ. ഒരു ലേഡി ബഗിന് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡിങ് ആയി. ഇനി വിൽ ഗോ ഫോർ ദി നമ്മുടെ ഹാൻഡ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇറേസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ളതും കൂടെ ഇറേസ് ചെയ്ത് കളയാം. ഇനി ഫില്ല് ചെയ്യാണ്. അതിന് ഞാൻ യൂസിങ് ദ ബ്ലാക്ക്. നമ്മൾ എല്ലാ ടെൻറ്റക്കിൾസും എല്ലാം ഫില്ലാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിവിടെ കുറച്ചൊന്ന് പുറത്ത് സ്മഡ്ജ് ആയതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് ഫോർ ടുഡേ. താങ്ക് യു.